നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വയനാടിനെ ചതിച്ചത് ചൂരൽമലയല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. 2018 എന്താണോ കേരളത്തിൽ സംഭവിച്ചത് അതുതന്നെയാണ് മുണ്ടക്കൈയിൽ ആവർത്തിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ കാണിച്ച വലിയ പിഴവിന് കുറെ മനുഷ്യർ ഇല്ലാതായി. കേരളത്തിന് പ്രളയ മുന്നറിയിപ്പ് കൊടുത്തിരുന്നുവെന്ന് കേന്ദ്രത്തിന്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്നാൽ കൃത്യമായ ഇടപെടലോ ജനങ്ങൾക്ക് മുന്നറിയിപ്പോ കൊടുത്തില്ല സർക്കാർ. ഈ ദുരന്തം നടക്കുന്നതിന് 2 ദിവസം മുൻപ് മുണ്ടക്കൈയിൽ പരിസരത്തും ചെറിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. അപ്പോഴും സർക്കാർ ഇത് കാര്യമായി എടുത്തില്ല, മൗനം പാലിച്ചു. ജനങ്ങളെ മാറ്റി പാർപ്പിക്കാനോ വേണ്ട നടപടികൾ സ്വീകരിക്കാനോ മുൻകൈയെടുത്തില്ല. അതിന്റെ പരിണിത ഫലമാണ് കേരളം ഇപ്പോൾ അനുഭവിക്കുന്നത്. വയനാട്ടിലാണ് ദുരന്തമുണ്ടായതെങ്കിലും കേരളത്തിന്റെ ഉള്ളാണ് വിണ്ട് കീറിയിരിക്കുന്നത്. 2018 പ്രളയവും ഇതുപോലെ തന്നെയായിരുന്നു. മുന്നറിയിപ്പുണ്ടായിട്ടും വേണ്ട നടപടി സ്വീകരിക്കാതെ ജനങ്ങളെ കൊലയ്ക്കുകൊടുത്തു. ഇല്ല, ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് വെച്ചിരുന്ന് ഒടുവിൽ ഡാം തുറന്നുവിട്ട് ജനങ്ങളെ കൊന്നൊടുക്കുകയാണ് ഈ സർക്കാർ ചെയ്തിരിക്കുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ വയനാട്ടിലും ആവർത്തിച്ചത്. കേരളത്തിന് പ്രളയ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നുവെന്ന് അമിത്ഷാ വ്യക്തമാക്കി. ജൂലൈ 23 പ്രളയ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് അമിത്ഷാ രാജ്യസഭയിൽ പറഞ്ഞു. ഒരാഴ്ച മുൻപ് NDRF സംഘത്തെ അയച്ചിരുന്നുവെന്നും അമിത്ഷാ വ്യക്തമാക്കി. ഇത് രാഷ്ട്രീയ വാഗ്വാദത്തിനുള്ള സമയമല്ല എന്ന ആമുഖത്തോടുകൂടിയാണ് കേന്ദ്രത്തിന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയത്. അതേസമയം വയനാട്ടിലെ സ്ഥിതി ചർച്ച ചെയ്യാൻ അമിത്ഷാ യോഗം വിളിച്ചിട്ടുണ്ട്. ലോക്സഭയിലെ ചർച്ചയ്ക്ക് മുന്നോടിയായാണ് യോഗം വിളിച്ചിരിക്കുന്നത്. ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിയും യോഗത്തിൽ പങ്കെടുക്കും. കേന്ദ്രത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഈ വെളിപ്പെടുത്തൽ പിണറായി വിജയന്റെ കസേര തെറിപ്പിക്കുന്നതാണ്. ഇനിയും ആ മനുഷ്യൻ എന്തിനീ കസേരയിൽ കയറിയിരിക്കുന്നു എന്ന ചോദ്യം ശക്തമാകുകയാണ്. എന്തുകൊണ്ട് ഇത്ര വലിയ ഒരു മുന്നറിയിപ്പ് ഉണ്ടായിട്ടും ദ്രുതഗതിയിലുള്ള നടപടികൾ സ്വീകരിച്ചില്ല? ഇതിനെ രാഷ്ട്രീയം വൽക്കരിക്കേണ്ടതല്ല, പക്ഷേ ഭരണകൂടത്തിന്റെ പിഴവ് അതെവിടെയും തുറന്നു പറയണം. ഇതാദ്യമായിട്ടല്ല പ്രളയ ദുരന്തങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പിഴവുകൾ ഉണ്ടാകുന്നത്. എത്രയോ ജീവൻ പൊലിഞ്ഞിരിക്കുന്നു. 2018 മുതൽ ഇങ്ങോട്ട് കേരളം വലിയ കെടുതിയിലാണ്. എല്ലാ വർഷവും എത്ര ജീവനുകളാണ് ദുരന്തങ്ങളിൽ നഷ്ടപ്പെടുന്നത്. ഇതിനു മുൻപ് ഈ ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിന് മുന്നറിയിപ്പുകൾ പോയിട്ടുണ്ട്. എന്നാൽ അപ്പോഴൊക്കെ കൃത്യമായി ഈ സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചില്ല എന്ന് പറയേണ്ടി വരികയാണ്. ഇന്നിപ്പോൾ നടന്നിരിക്കുന്നത് ദുരന്തമല്ല, കൂട്ടക്കൊലയാണ്. ഈ സർക്കാർ നടത്തിയ കൂട്ടക്കൊലയാണെന്ന് പറയുകയാണ്. അങ്ങനെയല്ലാതെ മറ്റൊരു വാക്ക് ഈ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ശരിയാണ്, ദുരന്തമുഖത്ത് നിൽക്കുകയാണ്, ആരെയും പഴിചാരരുത്. പക്ഷേ ഇത്ര വലിയ ഒരു പിഴവ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ പഴിക്കാതിരിക്കും? അതിനെക്കുറിച്ച് എങ്ങനെ ചർച്ച ചെയ്യാതിരിക്കാൻ കഴിയും? ഇത്രത്തോളം വലിയ ഒരു ദുരന്തം വരുത്തി വെച്ചിട്ട് ക്ലിഫ് ഹൗസിൽ കർക്കിടക ചികിത്സയിലാണ് പിണറായി വിജയൻ. ശരിയാണ്, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കൊടുമുടിയിലാണല്ലോ, സൗഭാഗ്യങ്ങളുടെ കൊടുമുടിയിൽ. നിലത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല, കുടുംബവും എല്ലാവരും സേഫാണ്. പക്ഷെ സാധാരണക്കാരന്റെ അവസ്ഥ അതല്ല. ഓരോ മലയാളിയുടെയും നെഞ്ചിൽ തീയാണ് ഇപ്പോൾ. ഒന്നുറങ്ങാൻ ഭയപ്പെടുകയാണ് മലയാളികൾ. ഒന്നുറങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, പിറ്റേ ദിവസം ഉണരാൻ ഞങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഭീതി ഓരോ മനുഷ്യനെയും വേട്ടയാടുകയാണ്. ഇനിയും പറയണം, എങ്ങനെയാണ് ഈ സർക്കാരിനെ വിശ്വസിക്കാൻ കഴിയുക? എന്തുറപ്പാണ് മനുഷ്യജീവന്റെ കാര്യത്തിൽ ഈ സർക്കാരിന് നൽകാൻ കഴിയുന്നത്? ഈ സർക്കാരിന്റെ ചില ഗിമ്മിക്കുകളുണ്ട്. LDF ഉണ്ട്, എല്ലാം ശരിയാകും, ഉറപ്പാണ് തുടങ്ങി പല ക്യാപ്ഷനുകളിൽ പിണറായി വിജയനെ താങ്ങി ഓരോ PR വർക്ക് നടത്തിയിട്ട് കാര്യമില്ല. ജനങ്ങളുടെ ജീവനും സമ്പത്തിനും സുരക്ഷ ഒരുക്കാൻ കഴിയണം. എന്നാൽ ആ കാര്യത്തിൽ പിണറായി വിജയൻ വീണ്ടും തോൽവിയാണെന്ന് അദ്ദേഹം തന്നെ തെളിയിക്കുകയാണ്. ഇനിയും തലയ്ക്ക് മുകളിൽ മറ്റൊരു ഭീതിയിരിപ്പുണ്ട്, മുല്ലപ്പെരിയാർ. അതിന്റെ കാര്യത്തിലും ഇതുപോലെ ഒന്നും സംഭവിക്കില്ല എന്ന് നിങ്ങൾ പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നോളൂ. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനാണ് അത് പൊട്ടിയാൽ തീരാൻ പോകുന്നത്. അപ്പോഴും നിങ്ങൾ പറയണം, ഞങ്ങളുണ്ട്, എല്ലാം ശരിയാകും എന്ന്. ഇനിയും ഈ വാക്ക് വിശ്വസിക്കാൻ കഴിയില്ല ജനങ്ങൾക്ക്. എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുന്നത്? കാരണം വിശ്വാസങ്ങളെല്ലാം തല്ലി തകർത്തത് നിങ്ങൾ തന്നെയാണ്. ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ ഞങ്ങൾ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു, സംസ്ഥാന സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ്. ശരിയാണ്, എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചത്? ദുരന്തമുഖത്തേക്കൊന്ന് പോകാൻ പോലും പിണറായി തയ്യാറായിട്ടില്ല.
അനാരോഗ്യം പറഞ്ഞ് മാറി നിൽക്കുകയാണ്. അനാരോഗ്യം ഉണ്ടെങ്കിൽ രാജിവെച്ച് മാറി നിൽക്കുകയാണ് വേണ്ടത്. ആ കസേരയിലേക്ക് കഴിവുള്ള ഒരാളെ കൊണ്ടുവരികയാണ് വേണ്ടത്. അല്ലാതെ കർക്കിടക ചികിത്സയും കൊണ്ട് ക്ലിഫ് ഹൗസിൽ ഇരുന്നിട്ട് കാര്യമില്ല. ശരിയാണ്, ഈ സമയത്ത് ഉമ്മൻചാണ്ടിയെ ഓർത്തു പോകുകയാണ്. അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിൽ ആ ദുരന്ത മുഖത്ത് ആ ജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്നേനെ, വേണ്ട നടപടികൾ സ്വീകരിച്ചേനെ. ഇതുകൊണ്ട് തന്നെയാണ് ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ വ്യത്യസ്തനാകുന്നത്. അദ്ദേഹം ജനങ്ങൾക്കൊപ്പമാണ്, ജനങ്ങളുടെ ജീവന്റെ കൂടെയാണ് നിൽക്കുന്നത്. എന്നാൽ പിണറായി വിജയൻ നേരെ തിരിച്ച് ജീവൻ എടുക്കുകയാണ് ചെയ്യുന്നത്. ആ അവസ്ഥയാണ് ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുന്നറിയിപ്പ് ലഭിച്ചിട്ടും കേരളം എന്തു ചെയ്തു എന്നായിരുന്നു അമിത്ഷാ ചോദിച്ചത്. മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നടപടി എടുത്തിരുന്നുവെങ്കിൽ വലിയ ദുരന്തം ഒഴിവാക്കാമായിരുന്നുവെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്യസഭയിൽ പറഞ്ഞത്. ഈ ദുരന്തത്തിൽ കേരളത്തിനൊപ്പം കേന്ദ്രം ഉണ്ടാകുമെന്നും രാഷ്ട്രീയ ഭിന്നത മറന്ന് കേരളത്തിനൊപ്പം നിൽക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സാധ്യമായ എല്ലാ സഹായവും തുടക്കം മുതൽ കേന്ദ്രം നൽകി വരുന്നുവെന്ന് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായും അറിയിച്ചു. പിണറായിയുടെ പിഴവ് തന്നെയാണ് കേന്ദ്രവും ചൂണ്ടിക്കാണിക്കുന്നത്. 500-ലധികം വീടുകളിലും ലയങ്ങളിലുമായി ആയിരക്കണക്കിന് ആളുകളുള്ള പ്രദേശങ്ങളാണ് മണ്ണിനടിയിലായതെന്ന് മുണ്ടക്കൈ വാർഡ് അംഗം കെ ബാബു പറയുന്നു. എത്ര പേരെ രക്ഷപ്പെടുത്തി, എത്ര മൃതദേഹങ്ങൾ കിട്ടിയെന്ന് പോലും കൃത്യമായ ഒരു കണക്ക് പറയാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലെന്നും ആ മനുഷ്യൻ നെഞ്ചുപൊട്ടി പറയുകയാണ്. രക്ഷപ്പെട്ടവരെക്കാൾ എത്രയോ മടങ്ങ് ജീവനുകളെ ഇനിയും കണ്ടെത്താനുണ്ടെന്നും അവിടുത്തെ രക്ഷാപ്രവർത്തകർ പറയുന്നു. ഗ്രാമപഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്ത കണക്കനുസരിച്ച് 540 വീടുകളാണ് മുണ്ടക്കൈയിൽ മാത്രമുണ്ടായിരുന്നത്. അതിൽ 25ഓളം വീടുകൾ മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. 6ഓളം ലയങ്ങൾ പൂർണ്ണമായും ഇല്ലാതായി. അത്രത്തോളം തന്നെ തകർന്നു കിടക്കുന്നുമുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികളും ഇന്നാട്ടുകാരുമെല്ലാം ഉൾപ്പെടെ അതിനകത്തെല്ലാം മനുഷ്യരുണ്ട്. ഒറ്റപ്പെട്ട് കിടക്കുന്നവർക്കായി രാത്രി വൈകുവോളം രക്ഷാപ്രവർത്തനം നടത്തി. കാല് വെച്ചാൽ താഴ്ന്നു പോകും. മേൽക്കൂര നീക്കി കോൺക്രീറ്റ് പൊളിച്ചു വേണം ഓരോ വീടിനുള്ളിലുമുള്ള മനുഷ്യരെ പുറത്തെടുക്കാൻ. കണ്ടെടുക്കുന്ന മൃതദേഹങ്ങൾ ഹെലികോപ്റ്ററിൽ പുറത്തെത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവന്റെ തുടിപ്പുകളൊന്നും മുണ്ടക്കൈയിൽ രക്ഷാപ്രവർത്തകർക്ക് കണ്ടെത്താനായിട്ടില്ല. ഒന്ന് ഓർത്തു നോക്കുക, ഒരു ഗ്രാമം അടക്കം ഇല്ലാതായി പോയിട്ടുണ്ട്. ഇതിനാരെയാണ് പഴി പറയേണ്ടത്? ഈ സർക്കാരിന്റെ അനാസ്ഥയ്ക്കാണ് ഇത്രയും വലിയ ദുരന്തം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. എത്ര മനുഷ്യജീവനുകളാണ് ഇല്ലാതായിരിക്കുന്നത്? ഇതിനൊക്കെ പിണറായി വിജയൻ മറുപടി പറയുമോ? എന്തുകൊണ്ട് വേണ്ട രീതിയിൽ ഇടപെട്ടില്ല എന്ന ചോദ്യം വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. ഇനി എത്ര പേരെ നിങ്ങൾ കൊലയ്ക്ക് കൊടുക്കും? ഇനി എത്ര മനുഷ്യർ അവരുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട വേദനയിൽ ജീവിതകാലം മുഴുവൻ കഴിച്ചു നീക്കണം? ഇതിനെല്ലാം മറുപടി പറഞ്ഞേ മതിയാകൂ ഭരണാധികാരികൾ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.